എല്ലാ കുംഭം രാശിക്കാർക്കും 1202 വർഷഫലത്തിലേക്ക് സ്വാഗതം. കുംഭം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠനം, കുംഭം രാശിക്കാരുടെ ജോലി, ബിസിനസ്, സമ്പത്ത്, വസ്തു, ഭൂമി മുതലായ ഇടപാടുകൾ, കുടുംബം, വിവാഹം, ആരോഗ്യം, പൊതുവായ ഗുണദോഷങ്ങൾ, ചെറിയ പരിഹാരങ്ങൾ, ഈ രീതിയിലാണ് വിഷയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റുകളായിട്ട് നൽകുക. വിദ്യാർത്ഥികളായിട്ടുള്ള കുംഭക്കൂറുകാർക്ക് പഠന വിഷയത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും വിദേശവാസം, വിദേശത്ത് പോയിട്ടുള്ള പഠനം എന്നിവയിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളോ മൂലധനം ചെലവഴിച്ചോ നമ്മൾ വിദേശത്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രം പോകുന്നതായിരിക്കും ഉത്തമം. കുംഭക്കൂറുകാർക്ക് കർമ്മമേഖലയിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ചും സ്വന്തമായ യുക്തിയും ബുദ്ധിയും കഴിവും സ്കില്ലുകളൊക്കെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ജോലികൾ വളരെ അനുകൂലമായിട്ട് തന്നെ മുന്നേറും. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടന്റ് ക്രിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന, സ്വയം തൊഴിലായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ല ഒരു കാലഘട്ടം തന്നെയാണ് വരുന്നത്. കൂടാതെ ശാരീരിക ശേഷി ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന എല്ലാത്തരം ജോലിക്കാർക്കും, അതുപോലെ സൈനിക മേഖലകൾ, മാർഷൽ ആർട്സ്, ജിംനേഷ്യം പോലെയുള്ള തൊഴിൽ മേഖലകളിൽ കർമ്മമനുഷ്ഠിക്കുന്നവർക്കും വളരെ ഗുണം ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രയാസം ഉള്ള ഒരു സമയമാണ് കുംഭക്കൂറുകാർക്കുള്ളത്. വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തി പുതിയ ബിസിനസ് ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും മെഡിക്കൽ, അഡ്മിനിസ്ട്രേഷൻ, ആയുർവേദം, മറ്റ് ആൾട്ടർനേറ്റീവായിട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ എന്നിവ നിലവിലുള്ളതിനെ വിപുലീകരിക്കാൻ ശ്രമിക്കുക എന്നതല്ലാതെ പുതിയതായിട്ട് തുടങ്ങുന്നത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. സാമ്പത്തികമായി കുംഭക്കൂറുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും കടബാധ്യതകൾ, അതിൻ്റെ പലിശകളും മറ്റുള്ള രീതിയിലുള്ള തിരിച്ചടവുകളും ഒക്കെയായി ബന്ധപ്പെട്ട് വരുമാനമുണ്ടെങ്കിൽ തന്നെയും നമ്മൾക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും സേവ് ചെയ്യുവാനും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. വസ്തുവകകളുമായി ബന്ധപ്പെട്ട് കുംഭക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. നിങ്ങളുടെ പൂർവിക സ്വത്തുക്കളോ സ്വന്തമായിട്ട് ഭൂമിയോ വാഹനങ്ങളോ ഉണ്ട് എങ്കിൽ തീർച്ചയായും വിൽക്കുവാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ വർഷം. അത് വിൽപ്പനയ്ക്ക് വെച്ച് നല്ലൊരു ലാഭത്തോടുകൂടി നിങ്ങൾക്ക് വിൽക്കുവാനും ആ ധനം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും സാധിക്കും. കുടുംബ വിഷയങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഒരൊറ്റപ്പെട്ട പോയ ഒരു തോന്നൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട്. സന്താനങ്ങളിലൂടെ ഗുണാനുഭവങ്ങളും, സന്താനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങളും തീർച്ചയായിട്ടും ലഭ്യമാകും. ആരോഗ്യ വിഷയത്തിൽ കുംഭക്കൂറുകാർ സ്വതവേ ഭാഗ്യവാന്മാരാണ്. എന്നിരുന്നാലും നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം തുടർന്ന് വരുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അമിതമായ ഉത്കണ്ഠ, സ്ട്രെസ്, ആങ്സൈറ്റി മുതലായവ ശാരീരികമായിട്ടുള്ള ക്ഷീണത്തിനും ഉറക്കക്കുറവിനുമൊക്കെ കാരണമാകാം. അതുകൊണ്ട് ശാരീരിക ആരോഗ്യത്തെക്കാൾ മാനസിക ആരോഗ്യത്തിന് തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കണം. പൊതുവായിട്ട് കുംഭക്കൂറുകാർക്ക് പഠനം, ബിസിനസ്, സാമ്പത്തിക വിഷയങ്ങളിൽ പ്രതികൂല അനുഭവങ്ങളും, ആരോഗ്യം, കുടുംബം, ജോലി മുതലായവയിൽ അനുകൂല അനുഭവങ്ങളുമാണ് കാണുന്നത്. ദുർഗയ്ക്ക് വഴിപാട്, ക്ഷേത്ര ദർശനം, എല്ലാത്തിലുമുപരി കുലദേവതയുടെയും പിതൃക്കളുടെയും അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ യഥാവിധി ചെയ്ത് നല്ല രീതിയിൽ യോഗ, പ്രാണായാമം, വ്യായാമങ്ങൾ പരിശീലിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. എല്ലാവർക്കും നല്ല ഒരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
നന്ദി, നമസ്കാരം.